നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മോദി പ്രഭാവത്തെ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളാക്കി മാറ്റാമെന്നതാണ് ഓരോ പ്രവർത്തകരും ചിന്തിക്കേണ്ടതെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റ് സി.കെ. പത്മനാഭൻ പട്ടാമ്പിയിൽ NDA നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പത്മനാഭൻ. ഒരു വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമായി കൊണ്ടുള്ള ഒരു രാഷ്ട്രമെന്നത് ചില സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങളെ നേരിട്ടെന്നു വരാം. അതുകൊണ്ട് തന്നെ മോദി പ്രഭാവത്തെ പാർട്ടി പ്രഭാവമാക്കി മാറ്റാൻ പ്രവർത്തകർ ശ്രമിക്കണം. മോദി പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന ഭാരതമാണ് ഇന്നുള്ളത്. ഭാരതത്തിന് പുറത്തും നരേന്ദ്രമോദിയുടെ അതിശക്തമായ പ്രഭാവം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മോദി പ്രഭാവത്തെ എങ്ങനെ തിരഞ്ഞെടുപ്പിൽ വോട്ടുകളാക്കി മാറ്റാൻ കഴിയണമെന്നത് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണമെന്നും സി.കെ. പത്മനാഭൻ ഓർമ്മപ്പെടുത്തി. വരുന്ന 5 വർഷം നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണം ആരുടെ കൈകളിൽ ഏൽപ്പിക്കണം എന്ന് തീരുമാനിക്കുവാൻ നമ്മുടെ നാട്ടിലെ വോട്ടർമാർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവസരം. ആ അവസരത്തെ നമ്മൾ എത്രമാത്രം സത്യസന്ധമായി, എത്രമാത്രം ഗൗരവത്തോടുകൂടി ആ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനാണ് നമ്മൾ കൃത്യമായി ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. മോദി പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാരതമാണിന്നുള്ളത്. ഒരുപക്ഷെ ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് പുറത്തും നരേന്ദ്രമോദിയുടെ ഒരു അതിശക്തമായ പ്രഭാവം എല്ലായിടത്തുമുണ്ട്. ആ മോദി പ്രഭാവത്തെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ടുകളാക്കി മാറ്റാം എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കുന്നത്. മോദി പ്രഭാവത്തെ പാർട്ടി പ്രഭാവമാക്കി മാറ്റി ആ പ്രഭാവത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ടുകളാക്കി രൂപാന്തരപ്പെടുത്തി തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നത് വളരെ ആധുനികമായിട്ടുള്ള ഒരു ശാസ്ത്രതത്വം ഇവിടെ പ്രയോഗത്തിൽ കൊണ്ടുവരണമെന്നും സി.കെ. പത്മനാഭൻ സൂചിപ്പിച്ചു. മോദി പ്രഭാവത്തെ ശരിക്കും പാർട്ടി പ്രഭാവമാക്കി മാറ്റണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമായി കൊണ്ടുള്ള ഒരു രാഷ്ട്രം മുന്നോട്ട് പോകാൻ ചില സന്ദർഭങ്ങളിൽ ചില പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് വരും. അതുകൊണ്ട് ഈ മോദി പ്രഭാവത്തെ പാർട്ടി പ്രഭാവമാക്കി മാറ്റി ആ പ്രഭാവത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളാക്കി രൂപാന്തരപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന വളരെ വളരെ ആധുനികമായിട്ടുള്ള ഒരു ശാസ്ത്രതന്ത്രം നമ്മളിവിടെ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പട്ടാമ്പി ചിത്ര ഓട്ടോത്തിൽ വെച്ചാണ് NDA പട്ടാമ്പി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് VC സന്തോഷ് അധ്യക്ഷനായിരുന്നു. P. മനോജ്, പൂക്കാട്ടിരി ബാബു, C. അനിൽകുമാർ, ഗോപി പൂവക്കോട്, P. മനോജ്, സുമ സത്യൻ, P. ശ്രീദേവി, വിപിൻ, P.T. വേണുഗോപാൽ, M.K. സുനിൽകുമാർ, V. സുധീർ, പുഷ്പകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. LDF ചെറുതുരുത്തി ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് റോഡ് ഷോ ആവേശോജ്വലമായി. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ചെറുതുരുത്തി ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ കൊച്ചിൻ പാലത്തിന് സമീപത്ത് സമാപിച്ചു. CPM വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി K. മുരളീധരൻ, ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K.P. അനിൽകുമാർ, CPI നേതാവ് MU മൊയ്തീൻകുട്ടി, ജനതാദൾ നേതാവ് TP കേശവൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KR ഗിരീഷ്, P. നിർമ്മലാദേവി, M. സുലൈമാൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MA മൻസൂർ, CP ഹരിദാസ്, KT വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. 18ാമത് തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായിട്ട് നടത്തപ്പെടുകയാണ്. ആ തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിൽ 2ാം ഘട്ടത്തിലാണ് നടക്കുന്നതെന്നുള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും എന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ചെറുതുരുത്തി കേരള കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയിൽ കലാമണ്ഡലം ഭരണസമിതിയുടെയും സ്ഥലം മന്ത്രിയുടെയും അറിവോടെ പിൻവാതിൽ നിയമനത്തിനായി ശ്രമം തുടരുന്നുവെന്ന് വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P.I. ഷാനവാസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2019 വൈസ് ചാൻസലറായിരുന്ന T.K. നാരായണൻ ഇറക്കിയ സ്പെഷ്യൽ റൂൾസ് ബൈലോ 7ാം നമ്പറായി ഉൾപ്പെടുത്തിയ ക്ലോസ് പ്രകാരമാണ് ഈ നടപടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഷഫീർ P. അഹമ്മദ്, പ്രിയ P., സുഭാഷ് K., അഖിൽ P., മദനൻ മോഹനൻ K., രഞ്ജിനി PV എന്നിവരെയാണ് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇവരുടെ കലാമണ്ഡലം സ്ഥിരനിയമന ശുപാർശകൾ സാംസ്കാരിക വകുപ്പ് നിരസിച്ചുകൊണ്ട് 2023 ഡിസംബർ 13 മറുപടി കത്ത് കലാമണ്ഡലത്തിന് നൽകിയിട്ടുള്ളതാണ്. എന്നിട്ടും ഇവരെ പിരിച്ചുവിടാതെ 2024 മാർച്ച് 27 ഇറക്കിയ കലാമണ്ഡലത്തിലെ ദിവസവേതന താൽക്കാലികക്കാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പ്രകാരം ഈ 6 പേരെയും നിലനിർത്തിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചത് ചട്ടലംഘനവും പിൻവാതിൽ നിയമനത്തിനുമുള്ള ശ്രമമാണെന്നും ഇതിനെതിരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PI ഷാനവാസ്, വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഖാദർ മോൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ഉദയൻ, INTUC മണ്ഡലം പ്രസിഡന്റ് TP തമ്പിമണി, മണ്ഡലം വൈസ് പ്രസിഡന്റ് നൌഷാദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് തളി. വരൾച്ച രൂക്ഷമാകുന്ന സാഹചര്യത്തിലും കുടിവെള്ള പൈപ്പ് പൊട്ടി ചാലിശ്ശേരി പെരുമണ്ണൂരിൽ ശുദ്ധജലം പാഴാകുന്നു. ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായി പോകുന്നത്. നിലവിൽ വെള്ളം കെട്ടിനിന്ന് ഈ ഭാഗത്തുകൂടെയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും അതീവ ദുർഘടം നിറഞ്ഞതായി മാറി. മേഖലയിലെങ്ങും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണെന്നിരിക്കെ പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാകാത്ത വാട്ടർ അതോറിറ്റി അധികൃതർക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമാണ്. വാർത്തയിലേക്ക്. പെരിങ്ങോട്ടുകുറിശി ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പിയിൽ റംസാൻ കിറ്റ് വിതരണവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ശങ്കരമംഗലം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു റംസാൻ കിറ്റ് വിതരണം നടത്തിയത്. പെരിങ്ങോട്ടുകുറിശി ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കി വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് റംസാൻ കിറ്റ് വിതരണം നടത്തിയത്. സാമൂഹ്യ പ്രവർത്തകൻ നാസർ മാനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് എത്രയോ ആളുകൾ, എത്രയോ മനുഷ്യര് ഇവിടെ എന്തിനാണ് വന്നിട്ടുള്ളത്? മറ്റുള്ളവരെ സഹായിക്കുന്നത്. കാരണം നിരവധി ഉദ്യോഗസ്ഥന്മാര്, നമ്മള് പല ആളുകളും പറയും ആ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിക്കാരാണ്, അവരെ മാക്സിമം കിട്ടുന്ന കയ്യിലാക്കും, ഒരു ഉപകാരമില്ല. പക്ഷെ അതൊന്നും നമ്മൾ തെറ്റിദ്ധാരണ എന്നുള്ള ഉദാഹരണം ഈ ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സംഘടനയിൽ തന്നെ 70% ഉദ്യോഗസ്ഥന്മാരാണെന്ന് ബഹുമാനപ്പെട്ട രമേശ് സാർ ഇവിടെ പറയുന്നുണ്ടായി. ഇവിടെ 90% മനുഷ്യരെന്താ ഇരിക്കുന്നത്? നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായം മറ്റുള്ളവർക്ക് ചെയ്യണം. നാളെ നമ്മൾ ഉണ്ടാകുമെന്നുള്ളതിന് ഒരിക്കലും ഒരു ഉറപ്പില്ലാത്ത ജീവിതമാണ് നമുക്ക്. നമ്മളൊരു താൽക്കാലിക വിരുന്ന് വന്ന ദിവസം മാതിരിയാണ് നമ്മളെ അവസ്ഥ. മരണപ്പെട്ടാലോ പണക്കാരനോ പാവപ്പെട്ടവരൊന്നും എല്ലാവർക്കും വ്യത്യാസമില്ലാത്തവരോ വീടുകൾ. അപ്പൊ ഇവിടുന്ന് പോകുമ്പോഴെങ്കിലും മറ്റുള്ളവരെ പ്രാർത്ഥനയാണ് ഈ ദുനിയാവിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. സത്യം ഒരൊറ്റ ഒന്നും ഉറപ്പിച്ചാൽ മതി. ഒരു ജാതി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ മനുഷ്യനെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നിൽക്കുന്നുണ്ടോ, ഓന്റെ കൂടെ ദൈവമുണ്ടെന്ന് ഉറപ്പാ. അത് ആസ്വദിക്കുന്ന ഇഷ്ടം പോലെ ആളുകളാണ് ഇതിൽ. ഞങ്ങളൊക്കെ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കും കിട്ടാം. നിങ്ങൾ അയൽപക്കത്ത് നമുക്കിപ്പോ ഇവിടുന്ന് ദയന്ന് കിട്ടി അപ്പുറത്ത് കിട്ടി ഇപ്പുറത്ത് കിട്ടി ഒരുപാട് വീട്ടിൽ കൊണ്ടുവെക്കുമ്പോ നമ്മളെ തൊട്ടടുത്തുണ്ടാവും. ചിലപ്പോൾ മറ്റുള്ളവരോട് ചോദിക്കാൻ പോകാൻ കഴിയാതെ മറ്റുള്ളവരോട് എങ്ങനെ ചോദിക്കും? കണ്ടറിഞ്ഞാലും കൊണ്ടേ കൊടുക്കാത്ത വീടുകളുണ്ടാവും, നടുത്തരായ കുടുംബങ്ങളൊക്കെ. അപ്പൊ ആ ഒരു മനസ്സിനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കിറ്റ് നമുക്ക് അപ്പുറത്ത് 2 കിട്ടിയത് ഒന്നിതാ. നിങ്ങൾ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അവിടെ കൊണ്ട് ഉപയോഗിച്ചുകൂടി എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ അതിൽ പങ്കാളിയായി. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ EB രമേശ് അധ്യക്ഷനായി. VP സയ്യിദ് മുഹമ്മദ്, ശങ്കർജി കോങ്ങാട്, മോഹൻദാസ്, ഷുക്കൂർ, സിദ്ദിഖ് അക്ബർ, KP ഉണ്ണികൃഷ്ണൻ, അശോകൻ പട്ടാമ്പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നോമ്പുതുറയും സംഘടിപ്പിച്ചു. സമൂഹത്തിൽ സൗഹൃദം ഊട്ടിയുറപ്പിച്ച് തൃത്താല അത്താണി ജുമാ മസ്ജിദ് കമ്മിറ്റിയും തൃത്താല ശിവക്ഷേത്ര കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ മാതൃകയായി. നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുമിക്കാൻ കിട്ടുന്ന ഇത്തരം അവസരങ്ങൾ ഭാവിയിലും കൂടുതൽ വിപുലമായി നടത്താൻ സമൂഹ നോമ്പുതുറയിലെ ജനപങ്കാളിത്തം ആവേശം പകർന്നതായി സംഘാടകർ പറഞ്ഞു. ജാതി മത ഭേദമന്യേ നിരവധി ആളുകൾ സമൂഹ നോമ്പുതുറയിൽ പങ്കാളികളായി. തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, വാർഡ് മെമ്പർ PV മുഹമ്മദ് അലി, ക്ഷേത്ര മാനേജർ ഗിരീഷ്, മഹൽ സെക്രട്ടറി അഷ്റഫ് കൊപ്പത്ത്, അമ്പലം സെക്രട്ടറി സത്യാനന്ദൻ, കൂനൻ ചാത്ത് മഹൽ പ്രസിഡന്റ് സലിം കേലശ്ശേരി, അമ്പലം പ്രസിഡന്റ് കാലടി M ശ്രീധരൻ, സുനിൽ E എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൂട്ടായ്മയും അതുപോലെ തന്നെ തൃത്താല മഹാശിവക്ഷേത്ര കമ്മിറ്റിയും അവരുടെ ആളുകളും ചേർന്ന് ഈ പ്രദേശത്തെ ഏറ്റവും നല്ല ഒരു കൂട്ടായ്മ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഇതൊരു തുടക്കം കൂടിയാണ്. ഇവിടെയുള്ള പ്രത്യേകത അത്താണി ജുമാ മസ്ജിദും തൃത്താല ശിവക്ഷേത്ര കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് ഇത്തരമൊരു നോമ്പുകൾ സംഘടിപ്പിക്കുന്നത്. എത്രയോ മഹത്തായ മതേതര പാരമ്പര്യത്തിന് കേളികേട്ട നാടാണ് കേരളം. പ്രസിദ്ധമായ പട്ടാമ്പി വള്ളൂർ ഗുരുതിയൻകാവിലെ പൂരം ആഘോഷം വർണ്ണാഭമായി. വൈകുന്നേരത്തോടെ വിവിധ കമ്മിറ്റികളുടെ വേലകൾ ക്ഷേത്രത്തിലെത്തി. പട്ടാമ്പി വള്ളൂർ ഗുരുതിയൻകാവിൽ പൂരം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. രാവിലെ വിശേഷാൽ പൂജകൾ, മഹാഗുരുതി, തായമ്പക, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി. കാള, കരിങ്കാളി, തിറയാട്ടം ഉൾപ്പെടെയുള്ള നാടൻ കലാരൂപങ്ങൾ ആഘോഷത്തിന് മാറ്റേകി.
എമ്പ്രാന്തിരി ക്ഷേമസഭയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി അണ്ടലാടിയിൽ വേദമന്ത്ര പഠന ശിബിരം ആരംഭിച്ചു. ഒരു മാസക്കാലം പഠന ശിബിരം നീണ്ടുനിൽക്കും. പട്ടാമ്പി അണ്ടലാടിയിലുള്ള എമ്പ്രാന്തിരി ക്ഷേമസഭയുടെ ആസ്ഥാന മന്ദിരത്തിലാണ് വേദമന്ത്ര പഠനശിബിരം ആരംഭിച്ചിരിക്കുന്നത്. അണ്ടലാടി മന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പഠനശിബിരം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമസഭാ പ്രസിഡന്റ് JM ഉണ്ണി എമ്പ്രാന്തിരി അധ്യക്ഷനായി. രാജേഷ് എമ്പ്രാന്തിരി വാടനാംകുറിശി, ക്ഷേമസഭാ ജനറൽ സെക്രട്ടറി മമ്മാവ് നാരായണൻ എമ്പ്രാന്തിരി, ജയരാമൻ എമ്പ്രാന്തിരി, TN നാരായണ ഹബ്ബാർ ബാംഗ്ലൂർ, മോഹൻ എമ്പ്രാന്തിരി കണ്ണാട്ടുമഠം, രാമകൃഷ്ണൻ എമ്പ്രാന്തിരി നിലയങ്കോട്, നാരായണൻ മാടായി മഠം, കൃഷ്ണൻ എമ്പ്രാന്തിരി തിരൂർ, പുഷ്പാചന്ദ്രൻ നടുവട്ടം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എമ്പ്രാന്തിരി ക്ഷേമസഭ ആസ്ഥാന മന്ദിരം പട്ടാമ്പി ഇവിടെ വെച്ച് ഇന്ന് ഏപ്രിൽ 1 മുതൽ മെയ് 1 വരെ വേദ പൂജാ മന്ത്ര പഠന ശിബിരങ്ങൾ നടക്കുന്നുണ്ട്. 50 പേർ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ കൊല്ലം കുട്ടികളും രണ്ടാമത്തെ കൊല്ലം, മൂന്നാമത്തെ കൊല്ലം, അങ്ങനെ 3 കൊല്ലത്തിൻ്റെ തുടർ പഠനങ്ങളാണ് നടക്കുന്നത്. 3-ാം കൊല്ലം ബാക്കി എല്ലാ പൂജകൾ പഠിച്ച ശേഷം, മന്ത്രങ്ങളും സൂക്തങ്ങളും സന്ധ്യാമങ്ങളും ഒക്കെ പഠിച്ച ശേഷം 3-ാമത്തെ കൊല്ലം തന്ത്രിയെ കൊണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ക്ഷേമസഭയിൽ നിന്ന് വിതരണം ചെയ്യുന്നതാണ്. ഇപ്രാവശ്യം 52 കുട്ടികളാണ് പഠിക്കാനുള്ളത്. സന്ധ്യാവന്ദനം, പൂജ, സൂക്തങ്ങൾ, രുദ്രം, ചമകം ഇത്യാദിയുള്ള മന്ത്രങ്ങളും എല്ലാം കുട്ടികൾക്ക് ചിട്ടയായി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. 1 മാസം ഇവിടെ താമസിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.